രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന പ്ലാനിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞുണർന്ന് വഴക്കായതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. ഇതിപ്പം ഒന്ന് ചെയ്തത് ആദിദേവിനാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളത് ചേട്ടൻ്റെ മോൻ അമ്പൂറ്റിയാണ്. അപ്പോൾ അവനുള്ളത് സമാധാനത്തോടെ എപ്പോഴെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേന് വലിയ വലിയ പേരുകളൊക്കെ പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്കത് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. സിമ്പിളായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാന്ന് പറഞ്ഞപ്പോൾ ഷിൻചാൻ പറഞ്ഞു. അങ്ങനെ ആദിദേവിനുള്ളത് ഷിൻചാനും ഞാൻ റെഡിയാക്കി. അപ്പം അവനുള്ളത് അമ്പൂറ്റിക്കുള്ളത് പതിയെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദിദേവിൻ്റെ ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണാവേ. കൈ നീട്ടിക്ക്. ശരിയായോ? ശരിയായില്ലടേ. എന്നാലും ഇത് ഉണങ്ങിയില്ല കേട്ടോ. ഇച്ചിരി നേരം ഉണങ്ങണം. ഇത് പേനയെ എഴുതാവുന്നതാ. നിനക്ക് സമയം എടുത്തതുകൊണ്ടാ. ഇവൻ ഇന്ന് പോവല്ലേ.